ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയ്ക്ക് വേദിയൊരുക്കി എന്നെ ആരംഭ ദിവസത്തിൽ തന്നെ വിളിച്ച എരുത്താവൂര് ബ്രദറൻ അസംബ്ലിക്കും തിരുവനന്തപുരം ജില്ലയിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യുവ സഹോദരന്മാർക്കും ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇവിടെ ഇരുന്നപ്പോൾ അനേക ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഏകദേശം പേർക്കും എന്നെ നന്നായിട്ട് അറിയാം എന്നുള്ളതിന് ഏതൊരുവിധ സംശയവുമില്ല. ഞാനിവിടെ അടുത്ത ബ്രദറൻ സഭയിലെ ഒരു അംഗമാണ്. എനിക്ക് ഇവിടുത്തെ പ്രിയ മാതാവിനെയും പിതാവിനെയും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് അവർ രണ്ടുപേരും നിത്യതയിൽ വിശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ വന്നപ്പോൾ പ്രിയ മാതാവ് എന്ന് പറയുന്ന സാറ ആണ്. ആ മാതാവ് എന്നെ വളരെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം ഞാൻ ഇപ്പോഴും പലപ്പോഴും വീട്ടിലിരുന്ന് ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ മക്കൾക്ക് പോലും ഇത്രത്തോളമുള്ള ഒരു ഉപദേശം ലഭിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. അത്രമാത്രം എന്നെ ഉപദേശിക്കുകയും നേർവഴിക്ക് നടത്തുവാൻ പ്രിയ മാതാവ് വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് എനിക്ക് വളരെ പ്രചോദനമായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്ന് ആ സാക്ഷ്യം വഹിച്ച് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അവരുടെ മൂത്ത മകനാണ് എന്നെ ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്. ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ ജീവിതമെന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല. അന്ന് എൻ്റെ സഹോദരൻ നമ്മളൊക്കെ ഏകദേശം സമപ്രായക്കാരാണ്. പ്രിയ സത്യദാസ് ബ്രദർ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടുത്തെ സ്ഥലസഭയിൽ ആരാധിച്ചവരാണ്. അടുത്ത് തേമ്പാമുട്ടത്തൊരു കൂടിവരവുണ്ടായി, അവിടെ കടന്നുപോയി. ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ ജോലി ദൈവമായിട്ട് നിർത്തിച്ചു. അടുത്ത ദൈവവേല ചെയ്യുവാനുള്ള വിളിയായിരുന്നു. അങ്ങനെ 15 വർഷം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷ കർത്താവ് തരുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം കഴിഞ്ഞ നാളുകളിൽ വളരെ ദൈവകൃപ എനിക്ക് നൽകി ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാനായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർത്തു, പ്രിയ ദൈവദാസനിലൂടെ ആവശ്യമായ ദൈവവചന ദൂതും അതേപോലെ തന്നെ ആനുകാലിക സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഗാനത്തിന് മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ട് തീർന്നു എന്നുള്ളതിന് ഏതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തന്നെ ക്രമീകൃതമായ ഒരു ദൈവവചന കേൾവിക്ക് വേണ്ടിയാണല്ലോ ഈ ദൈവവചന ശുശ്രൂഷ ഇങ്ങനെ ക്രമീകരിച്ച് വിളിച്ച് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടും ദൈവവചനം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ ഏതെങ്കിലും ദൈവദാസന്മാർ വ്യക്തമായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. മതി 2. അതിനോട് ചേർന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ആ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യവർഗത്തിനുണ്ടായ നന്മയും പറയണമെന്നാണ് കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ കാഴ്ചപ്പാട്. ആ നിലയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. ദൈവജനം വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ദൈവാത്മാവ് പ്രവർത്തിക്കേണ്ടതിനും ഈ യഥാർത്ഥമായിട്ട് ഈ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവമക്കളായിട്ട് ഈ സ്ഥലം വിട്ട് കടന്നു പോകേണ്ടതിന് ദൈവം പ്രവർത്തിക്കേണ്ടതിനു വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. ഈ വായിച്ച വേദഭാഗത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 20 നൂറ്റാണ്ടുകളായി മരിച്ച ഒരു വ്യക്തിയെ പ്രസംഗിക്കുന്നു എന്നുള്ളത് എത്രയോ പേർ കേട്ടുകൊണ്ടിരിക്കുന്നു, എത്രയോ പേർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകചരിത്രത്തെ കീഴ്മേൽ മറിച്ച വാളിൻ്റെ മുൾമുനയാൽ ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച അനേക വ്യക്തിത്വങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്. എന്നാൽ അവരാരെയും അവരുടെ ജനനമോ അവരുടെ മരണത്തെയോ 20 നൂറ്റാണ്ടുകൾ കൊണ്ട് പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്രൂസിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് തുടർന്ന് ദൈവം നൽകുന്ന ആലോചനകൾക്കനുസരിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും. പ്രിയരെ, ഓർക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് അനേക യോഗങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു, അനേക ആയിരങ്ങൾ കൂടുന്നു. അവിടെയും ബോർഡ് ഇതാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രസംഗിക്കപ്പെടുന്നില്ല. കാരണം അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുവാനും കാണുവാനുമായിട്ട് ആൾക്കാർ കുറവാണ്. ഇന്ന് അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് ലോകം മുഴുവനും കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയകളിലൂടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതും അത് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഏതു മനുഷ്യനും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പ്രസംഗം കേൾക്കുവാൻ ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതുപോലെ ഏറ്റവും ബുദ്ധിജീവികൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. അഥവാ ഗ്രീസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണം എന്ന് പറയുന്നത് ഒരു വ്യാപാര പട്ടണമാണ്, അനേകർ കടന്നു വരുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൽ ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്നുകൊണ്ട് തൻ്റെ അടുക്കൽ കൂടി നിന്ന ജനത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആ പത്രോസ് പറയുന്നത്, എനിക്ക് വേറെ ആരെയും കുറിച്ച് പ്രസംഗിക്കുവാനായിട്ടില്ല, എനിക്ക് പ്രസംഗിക്കുവാനായിട്ടുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ക്രൂസിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ട ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആ ക്രൂസിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു. ആ ക്രൂസ് എന്തെന്നാണ് പറയുന്നത്? ശപിക്കപ്പെട്ടതെന്നുള്ളതാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നാം ക്രൂസിനെ കുറിച്ച് ഒന്ന് പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇന്ന് ലോകത്തിൽ എവിടെ പോയാലും ക്രിസ്ത്യാനികളുടെ ചിഹ്നമായിട്ട് ക്രൂസ് നിൽക്കുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇന്നിവിടെ ചിലരുടെ കഴുത്തുകളിലും എന്തുണ്ട്? കുരിശ് ഉണ്ട്. എന്തിനെ കാണിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ആ ക്രൂശ് നാം ഇന്ന് അണിഞ്ഞു നടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയായിട്ട് ഈ ക്രൂസിനെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾ ആ ക്രൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ആ ക്രൂസിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സ്നേഹിതരെ, ഒന്ന് ചിന്തിക്കേണ്ടതും ആ ക്രൂസിന് വില കൽപ്പിക്കേണ്ടതും ആവശ്യമായിട്ടിരിക്കുന്നു. അങ്ങനെ വില കൽപ്പിക്കണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം നാം ഒന്ന് പഠിക്കണം. അതാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഇതിവിടെ പുതിയ നിയമത്തിൽ പറയുമ്പോൾ തന്നെ ആവർത്തന പുസ്തകത്തിൽ മോശ മുഖാന്തരം എഴുതി വച്ചിരിക്കുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ആരെന്നാണ്? ശപിക്കപ്പെട്ടവൻ. ആ വാക്കുകളാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, മരത്തിൽ തൂങ്ങുക എന്ന് പറയുന്നത് അത് ശാപമായിട്ട് ഇരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മരത്തിൽ തൂങ്ങിയ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? അത് വളരെ പ്രശസ്തമായ ചോദ്യവും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യവുമാണ്. നമ്മൾ യഹൂദന്മാരെ കുറിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ, യഹൂദന്മാർക്ക് ക്രൂശി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഹീനമായ ഒരു വ്യക്തിയുടെ മരണമാണ് കാണിക്കുന്നത്. യഹൂദ ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയും, ക്രൂശിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഒരു യഹൂദൻ ക്രൂശിൽ മരിച്ചാൽ അവൻ്റെ പേര് പിന്നെ അവർ നാവിലെടുക്കുകയില്ല. അത്രമാത്രം ശപിക്കപ്പെട്ട ഒരു മരണത്തിന് ആ വ്യക്തി വിധേയപ്പെട്ടു എന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. അതുപോലെ ഓരോരോ രാജ്യങ്ങളിൽ ഓരോരോ നിയമങ്ങൾ നിലവിലുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ നിയമം അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലുവാൻ, വിധിക്കുവാൻ, അല്ലെങ്കിൽ കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ നോക്കുക, നാം തെറ്റ് ചെയ്താൽ നമ്മെ ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഓർക്കണം, അനേകരെ ക്രൂശിച്ചിട്ടുണ്ട്. ഒന്ന് ഓർക്കണേ പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ മാത്രമല്ല എന്ത് ചെയ്തത്?
ക്രൂശിച്ചു കൊന്നത് അനേകായിരങ്ങളെ യേശു ക്രിസ്തുവിന് മുമ്പ് ക്രൂശിച്ചു കൊന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത, എന്തുകൊണ്ട് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയ സ്നേഹിതരെ, നാം അണിയുന്നതും നാം വണങ്ങുന്നതുമായ ആ ക്രൂശിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മരിക്കുവാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വം ആ ക്രൂശിൽ മരിച്ചത് കൊണ്ട് മാത്രമാണ്. അത് ഒന്നുകൂടെ പറയട്ടെ, മരിക്കുവാൻ പാടില്ലാത്ത, പരിശുദ്ധനായിട്ട് ജനിച്ച് പരിശുദ്ധനായിട്ട് ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ച് നന്മ മാത്രം ചെയ്തുകൊണ്ട് നന്മ മാത്രം സംസാരിച്ചുകൊണ്ട് ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആ ക്രിസ്തു, ആ ദൈവപുത്രൻ ആ കാൽവറിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ചു. അതുകൊണ്ടാണ് ഇന്നത് പ്രസംഗ വിഷയമായിട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതേ പൗലൂസ് പറയുകയാണ്, അത് ശാപമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, യേശു ക്രിസ്തു എന്ത് ഈ ക്രൂശിൽ മരിക്കുവാൻ, ശാപയോഗ്യമായിട്ട് മരിക്കുവാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രിയരെ, നാം ഒന്ന് ശാന്തമായിട്ട് ഈ രാത്രി ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ചിന്തിക്കുക. യേശു ക്രിസ്തു എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൈവവചനം പറയുന്നു, പിതാവായ ദൈവമാണ് പറഞ്ഞത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ ആ ശാപകരമായ മരണം കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഏറ്റെടുത്തു. യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവരായിട്ട് തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുകയാണ്. ആ ശാപകരമായ ക്രൂശിനെയാണ് ഞങ്ങൾക്കിന്ന് ഉയർത്തി കാണിക്കുവാനായിട്ടുള്ളത്. പ്രിയരെ, കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് അനേക ദൈവദാസന്മാർ ഈ ക്രൂശിനെ ഉയർത്തിയത് നിമിത്തം, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിയത് നിമിത്തം അനേക ജീവിതങ്ങൾ, ഇരുളടഞ്ഞ ജീവിതങ്ങൾ അത് വെളിച്ചത്തിലേക്ക് നീങ്ങി. അതുപോലെ നിരാശയിൽ ജീവിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വഴിയറിയാതെ ജീവിച്ചു കൊണ്ടിരുന്ന എത്രയോ വ്യക്തിത്വങ്ങളാണ്, എത്രയോ മനുഷ്യരാണ് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നത്. അത്ഭുത പുരുഷനായ ക്രിസ്തുവിനെ കാണുവാനായിട്ടിടയായത് അവർ സന്തോഷമുള്ളവരായിട്ട് തീർന്നു, സമാധാനമുള്ളവരായിട്ട് തീർന്നു. പ്രിയ സ്നേഹിതരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവായതുകൊണ്ട് മാത്രമാണ്. അതുമാത്രവുമല്ല, ഏതൊരു മനുഷ്യനും ഈ ക്രൂശിലേക്ക് നോക്കിയാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിന് വിലയുള്ളതായിട്ട് തീരുകയുള്ളൂ. അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ കാൽവരിയിലെ ക്രൂശാണ്. ഒരു മനുഷ്യൻ്റെ തുടക്കം അവിടെ ഇല്ല എങ്കിൽ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിൻ്റെ നന്മകൾ നോക്കി, ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ നോക്കി, ഈ ലോകത്തിൻ്റെ ഇമ്പകമ്പങ്ങൾ നോക്കി നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ ക്രൂശ് നിങ്ങൾക്ക് വ്യർത്ഥമാണ്. ഈ ക്രൂശ് നിങ്ങൾക്ക് അന്യമാണ്. നിത്യമായ ഒരു ന്യായവിധിയിലേക്ക് അവസാനം എന്ത് ചെയ്യും? പോയി പതിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തുവിൽ വലിയ പ്രത്യേകതകളുണ്ട്. ശാപകരമായ മരണം ഏറ്റെടുത്ത ക്രിസ്തു, ആ ശാപകരമായ മരണത്തിന് കാരണമുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ ഒന്നൊന്നായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മതി, വളരെ ശ്രദ്ധിക്കണം. നാം ഒന്ന് വളരെ മനസ്സിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിനും ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തി. ആ ക്രിസ്തു, അഥവാ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. തൻ്റെ 30-ാമത്തെ വയസ്സിൽ ആ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് തൻ്റെ കൈക്കീഴാൽ സ്നാനമേൽക്കുവാനായിട്ട് യേശു കർത്താവ് കടന്നു വരുമ്പോൾ ലോകത്തോട് താൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. എന്താണ്? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പ്രിയ സഹോദരി, ഈ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രത്യേകത എന്ന് പറയുന്നത് താൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയരെ, ഈ ലോകചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്.
ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പാപി എന്ന് പറയുമ്പോൾ അത്ര കണ്ട് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. എന്ത് ചെയ്യാം? വിശുദ്ധ വേദപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് മനുഷ്യൻ പാപിയല്ല, അവൻ പരിശുദ്ധൻ എന്ന് പറയുവാനുള്ള ഏതൊരു യോഗ്യതയും നമുക്ക് ഇല്ല എന്നുള്ളത് ഈ വിശുദ്ധ വേദപുസ്തകം തന്നെ വെളിപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിട്ട് തീർന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യാസമുണ്ട്. കളറിൽ വ്യത്യാസമുണ്ട്, അതേപോലെ പൊക്കത്തിലും വണ്ണത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് തമ്മിൽ എന്തുണ്ട്? തിരിച്ചറിയാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യമുണ്ട് പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഉള്ളിൽ ഒരു വ്യത്യാസവുമില്ലാതെ പാപം കുടികൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് എത്രയോ അനീതികൾ, നമ്മുടെ വാർത്തകൾ, നമുക്കിന്നൊരു വീട്ടിൽ വാർത്താ ചാനൽ തുറന്നു വെച്ച് ഒരു കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാൻ കഴിയയില്ല? വാർത്ത കാണുവാൻ കഴിയയില്ല. അത്രമാത്രം മ്ലേച്ഛതകൾ മനുഷ്യൻ ചെയ്തു കൂട്ടുകയാണ്. പ്രിയരെ, എത്രയോ ദുഷ്ടപ്രവൃത്തികൾ മനസാക്ഷി കുത്തില്ലാതെ മനുഷ്യൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പരിശുദ്ധൻ എന്ന് പറയുവാനായിട്ട് കഴിയയില്ല. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ചിലരെ വിചാരിക്കും, അയ്യോ ഞാൻ പരിശുദ്ധമായ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്, ഞാൻ പാപമൊന്നും ചെയ്തില്ല, വളരെ ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്. ഇല്ല പ്രിയ സ്നേഹിതരെ, ഇല്ല. അങ്ങനെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ പാപമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവർ കൂടുതൽ പേരും ദൈവവചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ്. അതിൽ ഞാൻ 10 കൽപ്പന ദൈവം കൊടുത്തു. അവസാനത്തെ കൽപ്പന എന്താണ്? 10ാമത്തെ കൽപ്പന, മോഹിക്കരുത്. അല്ലേ? മോഹമില്ലാത്ത ആരാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. പാപം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു നല്ല വസ്ത്രം ധരിച്ചു വന്നാൽ നിങ്ങൾക്ക് തോന്നും അതുപോലൊരു വസ്ത്രം ധരിക്കണമെന്ന്. ദൈവവചനം പറയുന്നു, നിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? പാപം ചെയ്തു, നീ അറിയുന്നില്ല. അപ്പോൾ നോക്കുക, പാപം ചെയ്തു. ഇനി ഞാൻ പറയാം, നിങ്ങളുടെ സാഹചര്യമാണ് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നത്. ഏതു മനുഷ്യനും അത് തന്നെയാണ്. പാപം ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ ദോഷം ചെയ്യുവാനുള്ള സാഹചര്യം, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരുമാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവരത് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് കാരണം. അങ്ങനെ ഉണ്ടായാൽ ഏതു മനുഷ്യനും ചെയ്തു പോകുമെന്നുള്ളതാണ്. ജയിലുകൾ സന്ദർശിച്ച് സുവിശേഷം പറയുന്ന ചില ദൈവദാസന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൈവദാസന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ പോയി ദൈവവചനം പറയുമ്പോൾ അനേക ജയിൽ പുള്ളികൾ കരയാറുണ്ട്. ദൈവവചനം എല്ലാം പറഞ്ഞു തീർന്നിട്ട് അവസാനം അവരോട് ചോദിക്കുമെന്ന്, എന്തുകൊണ്ടാണ് ദൈവവചനം കേട്ടപ്പോൾ നിങ്ങൾ കരഞ്ഞത്? അവർ പറയുമെന്ന്, അല്ലയോ എൻ്റെ പാസ്റ്ററേ, ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് പോയതല്ല, യാദർച്ഛിക ഞാൻ അതെന്ത് ചെയ്തു? ആ കൊലപാതകം ചെയ്തു പോയി. ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല, പക്ഷേ സാഹചര്യം എന്നെ എവിടെ എത്തിച്ചു? ആ കൊലപാതകത്തിൽ എത്തിച്ചു. ഞാനിതാ ഈ ജയിലറയിൽ കിടക്കുകയാണ്. അപ്പോൾ നോക്കുക, സാഹചര്യം മനുഷ്യനെ ഇന്ന് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, നമ്മുടെ ഉള്ളിൽ പാപം ഇരിക്കുകയാണ്. ആ പാപം നിമിത്തം നമുക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിയുകയില്ല, നമുക്ക് ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനായിട്ട് കഴിയുകയില്ല. പ്രിയ സ്നേഹിതരെ, ഓർക്കുക, ഈ പാപം വരുത്തി വച്ചിരിക്കുന്ന വിനയെന്ന് പറയുന്നത് അത് വളരെ ഭയാനകമാണ്. പാപമെന്ന് പറയുന്നത് 2 വാക്കാണെങ്കിലും അത് ലോക മനുഷ്യനെ വരുത്തി വച്ചിരിക്കുന്ന വിനയെന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവത്തോട് മനുഷ്യൻ അടുക്കുവാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ സകലവിധ ദോഷങ്ങൾക്കും കാരണം. നമുക്കിന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയാത്തതിന് കാരണം, നമ്മുടെ കുടുംബത്തിൽ മാതാവിനും പിതാവിനും മക്കൾക്കും ഒരുമിച്ച് ഒരു മേശയുടെ ചുറ്റിലും ഇരുന്ന് ആഹാരം കഴിച്ച് സന്തോഷിക്കുവാൻ കഴിയാത്തതിന് കാരണം പാപം വരുത്തി വച്ചിരിക്കുന്ന വിനയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. പ്രിയരെ, എന്ത് ശ്രേഷ്ഠതയോടുകൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, എന്തുദ്ദേശത്തോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉൽപ്പത്തി പുസ്തകം 2, 3 അധ്യായം നിങ്ങളൊന്ന് ശാന്തമായിരുന്ന് വായിക്കണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം, പരമപ്രധാനമായ ഉദ്ദേശം അവിടെ കാണാൻ നിങ്ങൾക്ക്. ഓർക്കുക, ഈ ഭൂമിയെയും
ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അത് ദൈവത്തിന് വേണ്ടിയായിരുന്നു. ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ആദിമ കുടുംബം തന്നെ അനീതിയിലേക്ക് പോയി, തെറ്റിലേക്ക് പോയി, ദൈവകൽപ്പന ലംഘിച്ചു പോയി. അങ്ങനെ ആ ഏകൻ മുഖാന്തരം വരുന്ന സന്താന പരമ്പരകളെല്ലാം ആരായിട്ട് തീർന്നു? പാപികളായിട്ട് തീർന്നു, അതിക്രമം ചെയ്യുന്നവരായിട്ട് തീർന്നു. അവിടെ നിങ്ങൾക്കൊരു വാക്ക് കാണാം, പാപം ചെയ്ത മനുഷ്യരെ കുറിച്ച് അവിടെ പറയുന്നത് ഏദനിൽ നിന്ന് ദൈവം ഇറക്കി കളഞ്ഞു എന്നാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഇവിടെ ഇരിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും ഓർക്കുക, ആ ഏദൻ പർദീസയിൽ നിന്ന് ദൈവബന്ധം നഷ്ടപ്പെട്ടവരായി ഇറങ്ങിയതാ വരികയാണ് ആദാമും ഹവ്വയും. അതിനുശേഷമാണ് അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആ സന്താനങ്ങളെല്ലാം പാപത്തിലാണ് ജനിച്ചത്. ദൈവം കൊടുത്ത നിത്യജീവൻ അവരെ നഷ്ടമാക്കി. ദൈവം കൊടുത്ത ദൈവത്തെ കാണുവാനുള്ള തേജസ് ആ മനുഷ്യൻ നഷ്ടപ്പെടുത്തി അന്ധതയിൽ തപ്പിത്തടഞ്ഞ് ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ആദാമും ഹവ്വയും ഇറങ്ങി വരികയാണ്. അതിൻ്റെ സന്താന പരമ്പരകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഓർക്കുക, നമ്മളാരും ആരല്ല? പരിശുദ്ധരല്ല, പാപികളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തിത്വം. നിങ്ങൾക്കൊക്കെ പല വയസ്സുകളായല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സന്ദേശങ്ങൾ കേട്ടു, എത്രയോ മനുഷ്യരെ കുറിച്ചുള്ള ആലോചനകൾ കേട്ടു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും? അല്ല, നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇത്രയും നാളുകൾ ഈ ലോക ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു, പാപത്തിൽ ജീവിച്ചു. താങ്കൾ എത്രയോ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങളുടെ ബുദ്ധിമൂശയിൽ ഊരിത്തിരിഞ്ഞു വന്ന ചിന്തകൾക്കനുസരിച്ച് ചെയ്തു. താങ്കളുടെ പാപമോചനം ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് പരിശുദ്ധമായ ഒരു ജീവിതത്തിന് ഉടമയെന്ന് ഈ രാത്രി നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഈ ലോക ജീവിതം ഏത് സമയത്തും അവസാനിക്കാം. നാളെ ചിലപ്പോൾ താങ്കൾക്കുള്ളതല്ല. ഇന്ന് ഈ ലോക ജീവിതം അവസാനിച്ചാൽ അടുത്ത് താങ്കളുടെ ഉള്ളിലിരിക്കുന്ന ദൈവം തന്ന വിലയേറിയ ആത്മാവ് ആ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുമെന്നുള്ള ഉറപ്പ് താങ്കൾക്കുണ്ടോ പ്രിയ സ്നേഹിത? ഒന്ന് ചിന്തിച്ചുകൊള്ളുക. ആ ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് വീണു. അവർക്ക് ദൈവത്തോട് പിന്നെ അടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ സ്നേഹവാനായ ദൈവം അവിടെയും അടുത്ത് ചെല്ലുകയാണ്. വെയിലാറിയപ്പോൾ ദൈവം എവിടെ വരികയാണ്? ഏദനിൽ വരികയാണ്. ഒരു ചോദ്യം ദൈവം ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? എല്ലാ ദിവസവും ദൈവം വൈകുന്നേരത്ത് വരും. ആ സമയങ്ങളിലെല്ലാം ആദാമും ഹവ്വയും വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലും, ദൈവവുമായിട്ട് സംസാരിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാൻ. മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ മനുഷ്യൻ ഇപ്പോൾ ദൈവവിളി കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഓടി ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് അനേകരതല്ലേ? എത്രയോ പ്രാവശ്യം ഈ അമ്മാനൂർ കോണത്തെ ഓർക്കുമ്പോൾ എത്രയോ ദൈവദാസന്മാരാണ് ഇവിടെ ദൈവവചനം അറിയിച്ചിട്ടുള്ളത്. എത്രയോ ദൈവദാസന്മാർ ദൈവവചനം അറിയിച്ചിട്ടും നമ്മുടെ ജീവിതങ്ങൾ എന്തേ പച്ച പിടിക്കാതെ ഇരിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങൾ എന്തേ സന്തോഷമില്ലാത്ത ജീവിതങ്ങളായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, ദൈവവചനം കേൾക്കുന്നു, പക്ഷേ അനുസരണം കാണിക്കുന്നില്ല. ഏദനിൽ ആദാമിനും ഹവ്വയ്ക്കും പറ്റിയ അതേ കുഴപ്പം നമ്മുടെ ജീവിതത്തിലും പറ്റിയിരിക്കുന്നു. നാം വളരെ കേൾക്കുന്നു, അനുസരണ മനോഭാവം കാണിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി വ്യക്തമായിട്ട് പറയട്ടെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു വാസ്തവമായി താങ്കളെ ഇന്ന് സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്. അതാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. 21 നൂറ്റാണ്ടുകളായി ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കാൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ് ലോകത്തിൽ ഇന്ന് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ആ ക്രൂശിലാണ് ഒരു മനുഷ്യൻ്റെ ആത്മീകമായ തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ആ ക്രൂശിനെ ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ക്രൂശിലേക്ക് ജനത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ്? ഈ ക്രൂശിലേക്കാണ്. പ്രിയരെ, ആത്മാർത്ഥമായിട്ട് ഈ ക്രൂശിൽ നോക്കിയാലേ താങ്കൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ, നിങ്ങൾ ഓർക്കണം, യോഹന്നാൻ സ്നാപകൻ്റെ അന്നത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതുപോലെ പ്രസംഗിച്ച് അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കടന്നു വരുമ്പോൾ നദിയിലിറക്കി മുഴുകൽ സ്നാനം കൊടുക്കും. അതായിരുന്നു ശുശ്രൂഷ. അതിന് മാനസാന്തര സ്നാനമെന്ന് പറയാറുണ്ട്. ഈ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പോലെയൊന്നുമല്ല സംസാരിച്ചത്. തൻ്റെ അടുക്കൽ കടന്നു വന്ന ജനത്തെ ഇപ്രകാരമാണ് വിളിച്ചത്, സർപ്പസന്തതികളെ എന്നാണ്. ഓർക്കണം, സർപ്പസന്തതികളെ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു കാര്യം അടങ്ങിയിരിക്കുന്നു. സർപ്പമാണ് ഹവ്വയെ എന്ത് ചെയ്തത്? ഉപായത്താൽ ചതിച്ചത്. ഒന്നറിയണം, പിശാച് സർപ്പത്തിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ ഹവ്വ പാപത്തിൽ വീണു. അതുകൊണ്ട് ജനം മുഴുവനും പാപത്തിലായി. ആ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് വരുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഇങ്ങനെ നമ്മളിവിടെ സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഓർക്കേണ്ടത്, വലിയൊരു ന്യായവിധി വരുവാനായിട്ട് പോകുന്നു. അതിനു മുമ്പുള്ള മുന്നറിയിപ്പാണ്, അതിനു മുമ്പുള്ള ഒരു ഒരുക്കമാണ്. പ്രിയ സ്നേഹിത, അത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ വെച്ച് ഒരുങ്ങിയേ മതിയാകൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ യേശു ക്രിസ്തു പാപമോചകനായിട്ട് ഇവിടെ കടന്നു വന്നു. അപ്പോൾ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ പാപമോചനം എങ്ങനെയാണ് കൊടുത്തിരുന്നു എന്നുള്ളത് ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ, പഴയ നിയമത്തിൽ എങ്ങനെയാണ് പാപമോചനം കൊടുത്തിരുന്നത്. ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അഹരോനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. മതി, അത് മറക്കേണ്ട ഒരു വാക്യം കൂടെ വായിക്കണം. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നു, മനുഷ്യൻ ചെയ്ത പാപത്തിന് എന്ത് യാഗം അർപ്പിക്കണമെന്നാണ്? കാളക്കുട്ടി. പിന്നെ എന്ത് ചെയ്യണം? ആട്. ഇനി ആ കാളയ്ക്കും ആടിനും അവിടെ ഒരു വ്യത്യാസം പറയുന്നു. ഊനമില്ലാത്തതായിരിക്കണം. ഊനം എന്ന് പറഞ്ഞാൽ കേടില്ലാത്തതായിരിക്കണം, അല്ലേ? വളരെ പരിശോധിക്കണം. പ്രിയരെ, ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ എന്താണ് കൊടുക്കുന്നത്? നമ്മളെല്ലാം നമ്മുടെ ചിലവുകളെല്ലാം നോക്കിയതിന് ശേഷം എന്തെങ്കിലും മീതി ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുവന്ന് കൊടുക്കും? ദൈവസന്നിധിയിൽ. 50,000 രൂപ വീട്ടിൽ വെച്ചിട്ട് 5 രൂപയാണ് കൊണ്ടുവന്ന് എവിടെ ഇടുന്നത്? പള്ളിയിൽ കാണിക്ക ഇടുന്നത്. ഇതാ ദൈവത്തിന്. ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണമേ. നിന്റെ ഏതെങ്കിലും നക്കാപ്പിച്ച കാശിന് വേണ്ടിയല്ല ദൈവം അവിടെ ഇരിക്കുന്നത്. അന്ന് പഴയ നിയമഭക്തന്മാർക്ക് പാപമോചനം നേടണമെങ്കിൽ ഓർക്കണം, അവൻ വിലപിടിപ്പുള്ള ഒരു കാളയെ വാങ്ങണം. ആ കാളയ്ക്ക് എന്ത് പാടില്ല? ഊനം പാടില്ല. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിരൽ ചൂണ്ടുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, അവിടെ പഴയ നിയമത്തിൽ കാള ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇതാ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നു. രണ്ട് വശവും നിങ്ങളൊന്ന് നോക്കുക. ഒന്ന് കാള, ഒരു ഊനവുമില്ല. പ്രിയ സ്നേഹിതരെ, ഒരു ഊനവുമില്ലാത്ത ഒരു കാളയെ വേണം മനുഷ്യന്റെ പാപത്തിന് യാഗമർപ്പിക്കുക. എന്നാൽ ഇതാ മറുവശത്ത് നിൽക്കുന്നു കർത്താവായ യേശു ക്രിസ്തു. എന്തെങ്കിലും ഊനമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തെങ്കിലും ഊനം നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? 20-21 നൂറ്റാണ്ടുകളായി തൻ്റെ അടുക്കൽ കടന്നു വന്ന വലിയ പുരുഷാരത്തോടായി ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ച കർത്താവായ യേശു ക്രിസ്തു, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനായിട്ട് കഴിയും? എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇതുവരെ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം
കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ ഈ അവനിയിൽ ഒരു ബുദ്ധിരാക്ഷസന്മാർക്കും കഴിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുള്ളൂ. കാരണം എന്താണ്? അവൻ ഊനമില്ലാത്തവനായിട്ട് ഇവിടെ ജനിച്ചു. അപ്പോൾ ഒരു വശത്ത് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പഴയ നിയമം നിൽക്കുന്നു. ഒരു ഊനമില്ലാത്ത കാളയെ നീ എന്ത് ചെയ്യണം? യാഗമർപ്പിക്കണം. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് അന്യരക്തത്തോടുകൂടെ ദൈവസന്നിധിയിൽ പരിഹാരം നേടണം. അത് വിവിധ വേദഭാഗങ്ങളുണ്ട്, എടുക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഓർക്കണം, ഇന്ന് ഞാൻ പാപം ചെയ്താൽ ഇന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആ യാഗം നടന്നിരിക്കണം. എൻ്റെ പ്രിയ സ്നേഹിത, പഴയ നിയമം കർശനമാണ്. ഇന്ന് പാപം ഞാൻ ചെയ്താൽ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തും, നീ ഇന്ന തെറ്റ് ചെയ്തു, അതിനനുസരിച്ച് യാഗം അർപ്പിക്കണം. അതും എനിക്ക് നേരിട്ട് അർപ്പിക്കുവാനായിട്ട് അവകാശമില്ല. ഞാൻ കാളയുമായിട്ട് പോകണം പുരോഹിതന്റെ അടുക്കൽ, അവന്റെ അടുക്കൽ കൊണ്ടു കൊടുക്കണം. എനിക്ക് പകരമായി ആ പുരോഹിതൻ ആ കാളയെ യാഗമർപ്പിക്കും. ഇന്നാണെങ്കിലോ എൻ്റെ പ്രിയ സ്നേഹിത, ഞാൻ പറയുന്ന ഈ നിസ്തുല്യനായ ക്രിസ്തു എൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി, നിങ്ങളുടെ മഹാപുരോഹിതനായി ഇതാ പിതാവിനും എനിക്കും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകതകൾ എത്രയാണ് ക്രിസ്തു. പ്രിയരെ, എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, എനിക്കും താങ്കൾക്കും മധ്യസ്ഥനായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തു. ഒരേ ഒരു മഹാപുരോഹിതൻ, അത് കർത്താവായ യേശു ക്രിസ്തു. വെളിച്ചം പോലെ വിശുദ്ധൻ, ഊനമില്ലാത്തവൻ. പ്രിയരെ, നമ്മൾ അതുകൊണ്ട് ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലേ കേടുള്ളതൊന്നും കൊണ്ട് പോകരുത്. അങ്ങനെ കേടുള്ളത് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വീട്ടിൽ പോയിട്ട് മലാഖിയുടെ പ്രവചനം നിങ്ങൾ എടുത്തൊന്ന് വായിക്കണം. ദൈവവചനം വായിക്കുവാൻ വേണ്ടിയുള്ളതാണ്, പൂജിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ശക്തമായിട്ട് വായിച്ച് പഠിക്കണം. പ്രിയരെ, ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തും. ദൈവം പറയുകയാണ്, നീ കാളയെ അർപ്പിക്കുന്നുവെങ്കിൽ മുടന്തുള്ളതോ ഊനമുള്ളതോ നീ എന്ത് ചെയ്യരുത്? അർപ്പിക്കരുത്. ഒരു ഊനവും പാടില്ല. ഇനി നമുക്കതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 7-ാമത്തെ വാക്യം. അഹരോനോട് മോശെ, നീ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് ജനത്തിൻ്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കുക എന്ന് പറഞ്ഞു. മതി. അവിടെ ഒരു വാക്ക് 2 പ്രാവശ്യം വരുന്നു. പ്രായശ്ചിത്തം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. പാപം ചെയ്ത മനുഷ്യൻ പുരോഹിതൻ മുഖാന്തരം ഒരു കാളയോ ആടിനെ യാഗമർപ്പിക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. എനിക്ക് പകരമായി ആര് യാഗമാകുന്നു? ഈ കാള. ആ യാഗം വെന്ത് തീരുന്നത് വരെ ആ മനുഷ്യൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഞാൻ ചെയ്ത തെറ്റിന് ഇതാ ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഒരു കാള എന്ത് ചെയ്യുകയാണ്? യാഗമായി തീരും. ഒരാട് യാഗമായി തീരുകയാണ്. ഇനി ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു വ്യക്തി പാപം ചെയ്താൽ പ്രാവിനെ യാഗം അർപ്പിക്കണം. അപ്പോൾ നോക്കുക, ആ പ്രാവിൻ്റെ രക്തവും ആ യാഗപീഠത്തിൽ നിന്ന് നിലവിളിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി ഞാനിതാ വെന്തെരിയുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി ക്രൂശിലേക്ക് നോക്കാം. ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞ ദൈവപുത്രനെ നിങ്ങളൊന്ന് നോക്ക് പ്രിയ സ്നേഹിത. ഇന്ന് രാത്രികാലം ഈ ദൈവപുത്രനെ നിങ്ങൾ നിഷേധിച്ച് മുമ്പോട്ട് പോകരുത്. നിങ്ങളുടെ പാപവും വഹിച്ചുകൊണ്ടാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. ആ മരണമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ മരണത്തെ അവഗണിച്ച് ലോകത്തിൽ ഒരു മനുഷ്യനും മുമ്പോട്ട് പോകുവാൻ കഴിയയില്ല. പക്ഷെ ഇന്ന് അതിനെയൊക്കെ അവഗണിച്ച് മുമ്പോട്ട് പോകാം. പക്ഷേ മരണം ഒരു നാൾ പിടിക്കും. ദൈവത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും. ഇന്ന് കർത്താവേ എന്ന് വിളിക്കുവാൻ മടി കാണിക്കുന്ന വ്യക്തികൾ അന്ന് വിളിക്കും. അന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ
ഇന്ന് വിളിക്കാൻ ഞങ്ങൾ പറഞ്ഞാൽ ഇത് ബ്രദറുകാരുടെ സന്ദേശം എന്ന് പറഞ്ഞ് ഇന്നിവിടെയുള്ള ദേശനിവാസികൾ തള്ളിക്കളയുമ്പോൾ ഞാൻ ശക്തമായിട്ട് പറയട്ടെ, യേശു കർത്താവ് പറഞ്ഞു, ഒരു നാൾ നിങ്ങൾ വിളിക്കും, പക്ഷേ അത് നിങ്ങളുടെ അവസാനത്തെ വിളിയാണ്. എരി നരകം കണ്ടുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ഉടൻ തന്നെ ശക്തിയേറിയ ദൂതന്മാർ അതിശക്തമായിട്ട് വന്ന് തള്ളി എരി നരകത്തിലേക്ക് തള്ളിയിടും. ഇന്ന് കർത്താവേ എന്ന് വിളിച്ചാൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്, നിത്യജീവനുണ്ട്. അവൻ പിന്നീട് അവിടെ പോയി നിന്നുകൊണ്ട് എൻ്റെ കർത്താവേ എന്ന് വിളിക്കേണ്ട കാരണം എന്താണ്? അവൻ്റെ ജീവിതത്തിന് വേണ്ടുന്നത് ഈ ഭൂമിയിൽ വെച്ച് എന്ത് ചെയ്തു? നേടി. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ 13.5 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഏറ്റവും വലിയൊരു രൂപാന്തരം. എൻ്റെ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള മോചനമുണ്ടായി. യേശുവിനോട് ഞാൻ ചേർന്നു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. എനിക്കിന്ന് വലിയൊരു പ്രത്യാശയുണ്ട്. ഞാൻ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുന്നതോ പാടുന്നതോ പ്രാർത്ഥിക്കുന്നതോ അല്ല, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു എന്നുള്ള വലിയ പ്രത്യാശ. ഞാൻ മരിച്ചാൽ ആ കർത്താവിൻ്റെ സൗധത്തിലെത്തും എന്നുള്ള വലിയ പ്രത്യാശ. അതുമാത്രവുമല്ല, ആ ന്യായവിധിയിൽ ഞാനില്ല എന്നുള്ള വലിയ പ്രത്യാശ. ഞാൻ ആ ന്യായവിധിയിലില്ല. എൻ്റെ ന്യായവിധിയെല്ലാം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ചുമന്നൊഴിച്ചു. ആ കർത്താവിനെ ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ചു. ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിനെ എൻ്റെ കർത്താവായിട്ട് വിളിക്കുകയാണ്. എന്നേക്കുമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ അറിഞ്ഞും അറിയാതെയും അനേക പാപങ്ങൾ ചെയ്തു, ബോധിച്ചതുപോലെ ഞാൻ ജീവിച്ചു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങയെ അറിയുന്നു, അങ്ങനെക്ക് വേണ്ടിയാണ് മരിച്ചു എന്നുള്ളത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. ഞാൻ ഇന്നു മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് ദൈവവചനപ്രകാരം ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടി റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് എൻ്റെ ജീവിതത്തിന് ഒരു രൂപാന്തരമുണ്ടായി. ഞാൻ ദൈവമകനായിട്ട് തീർന്നു. പ്രിയർ, ഇന്ന് ആ പ്രത്യാശയാൽ തുടിപ്പുള്ളവനാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എവിടെയും ഉയർത്തി കാണിക്കുവാൻ ഞാൻ അതിധൈര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാനും ഒരു ലോറി ഡ്രൈവറായിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് 2000 2500 അല്ലെങ്കിൽ 3000 രൂപ വരെ ശമ്പളം എനിക്ക് വാങ്ങാമായിരുന്നു. പക്ഷേ അതിനെല്ലാം ദൈവം തടസ്സം ചെയ്തു. ദൈവം പറഞ്ഞു, മകനെ, ഇത് നിന്റെ വഴിയല്ല, നീ വെച്ച് മതിയാക്കിക്കോ. ഞാൻ 20 വർഷം ലോറി ഓടി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, തകർച്ച മാത്രമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ 20-ാമത്തെ വയസ്സിൽ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ ദൈവം വിളിച്ചതാണ്. അന്ന് ഇതുപോലെ ഒരു സദസ്സിലോ എഴുന്നേറ്റ് നിന്ന് 10 വാക്ക് പറയുവാൻ മടിച്ച്, ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ മടിച്ച് ഞാൻ മൗനമായിരുന്നു. അടുത്ത് 35-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ വിളിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത്, ഞാൻ ഈ തൊഴിലേ ചെയ്യുകയുള്ളൂ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ലോറി ഡ്രൈവറുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരിക്കും, ഏത് നിലയിലായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതം ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും രോഗങ്ങളിൽ നിന്ന് രോഗത്തിലേക്കും കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് എൻ്റെ കുടുംബം നീങ്ങിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 40-ാമത്തെ വയസ്സിൽ വിളിയല്ല, വിളിയോടുകൂടെ അടിയും കൂടെ തന്നാണ് എന്നെ ദൈവം വിളിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇനി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയയില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയയില്ല. ഞാൻ വെച്ച് ഗുഡ് ബൈ പറഞ്ഞു, ദൈവ വേലയ്ക്ക് വേണ്ടി തിരിഞ്ഞു. പ്രിയ സ്നേഹിതരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ദൈവം തന്ന കൃപയ്ക്കൊപ്പമാണ്. കാരണം ഞാൻ ഒരു ബൈബിൾ കോളേജിലും പോയി ബിരുദമൊന്നും എടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ഒരു ബിരുദവുമില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് പഠിപ്പില്ല, എനിക്ക് ബുദ്ധിയില്ല, ജ്ഞാനമില്ല, പക്ഷേ ഞാൻ ദൈവവേല ചെയ്യണമെങ്കിൽ അങ്ങനെക്ക് കൃപ തരണം. ഏത് ജനത്തിന്റെ മുമ്പിലും ദൈവത്തെ ഉയർത്തണമെങ്കിൽ ആ കൃപ എനിക്ക് തരണം, എങ്കിൽ മാത്രം ഞാൻ ഇറങ്ങാം. അങ്ങനെ ദൈവം കൃപ നൽകി. ആ കൃപയുടെ വിളംബരമാണ് നിങ്ങളും ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ഇതാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം. ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യനും പോകുവാൻ കഴിയില്ല. ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹമാണ് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, എൻ്റെ സമയം നീണ്ടുപോകുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഞാൻ പറഞ്ഞു, ക്രിസ്തു പരിശുദ്ധനാണ്. വിരോധികളായ 4 കൂട്ടർ പറഞ്ഞ
സാക്ഷ്യം നമുക്ക് നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ വിരോധികളായി ജീവിച്ച 4 പേർ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യം അതിനു മുമ്പായി യേശു ക്രിസ്തു തന്നെ പറഞ്ഞു ഒരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രായച്ചിത്ത യാഗം. അതിന് പകരം ഇവിടെ പറയുന്ന വാക്കെന്താണ്? മറുവിലയായി. പ്രിയരെ, നിങ്ങൾക്ക് കൊടുത്തു നിൽക്കുവാൻ കഴിയാത്ത ആ വില കൊടുക്കുവാൻ വേണ്ടിയാണ് ആര് വന്നത്? കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ഇനി എത്ര വില കൊടുത്താൽ എവിടെ പോകാൻ കഴിയില്ല? സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അതിനൊരു ഉദാഹരണം കർത്താവ് തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയെന്നിരിക്കട്ടെ, അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് വില? അപ്പോൾ നിങ്ങളുടെ വില എന്താണ്? ചിലപ്പോൾ നിങ്ങൾ ഈ ദേശത്ത് വിലയില്ലാത്തവരായിരിക്കാം. നിങ്ങൾ പോകുന്ന പള്ളിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിലയില്ലായിരിക്കാം. ഇന്ന് പള്ളികളിലെല്ലാം പണമുള്ളവനും ജോലിക്കാർക്കുമാണ് വില, അല്ലേ? ഇന്ന് പള്ളികളെല്ലാം അടക്കി ഭരിക്കുന്നത് കമ്മിറ്റിക്കാരാണ്. ഇത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും വലിയൊരു പള്ളിയിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പണമുള്ളവനും സ്വാധീനമുള്ളവനുമാണ് അവിടെ ഭരിക്കുന്നത്. പള്ളിയിലുള്ള ഒരു പുരോഹിതന് ഇതുപോലെ ദൈവവചനം പറയുവാൻ അധികാരമില്ല. ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ പറയുന്നു എങ്കിൽ അന്ന് കമ്മിറ്റിക്കാരെ അച്ഛൻ്റെ ചെവിക്ക് പിടിച്ചെടുത്ത് പുറത്തു തള്ളും. അച്ഛാ, ഇനി ഇവിടെ പറയരുത്, ഞങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം ഇവിടെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വേണ്ടുന്നത്. പ്രിയരെ, അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. ഇതിലൊന്നും ഒളിച്ചു വെക്കുവാൻ പാടില്ല. പ്രിയരെ, താങ്കൾക്ക് വേണ്ടി പ്രായച്ചിത്ത ബലിമരണം കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാനാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ വില താങ്കളുടെ വിലയാണ് കർത്താവ് കൊടുത്തത്. നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയയില്ല. ഞാൻ പണം കൊടുത്താണ് ദൈവരാജ്യത്തിന് അവകാശമാകേണ്ടിയിരുന്നു എങ്കിൽ ഞാൻ നരകത്തിലേ പോവുകയുള്ളൂ. എനിക്ക് കഴിയില്ല. ഞാൻ ഇന്നും ദരിദ്രനാണ്. പക്ഷെ ആത്മീകമായിട്ട് ഞാൻ ഇന്ന് സമ്പന്നനാണ്. ഈ ഭൂമിയിൽ ഇന്നില്ല, എനിക്കൊന്നുമില്ല, കയറി കിടക്കേടം പോലുമില്ല, വാടകയ്ക്കാണ് ഇന്ന് കിടക്കുന്നത്. പ്രിയരെ, എന്നാൽ ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാണ്. ആ സമ്പന്നത തരുവാൻ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതിനെക്കുറിച്ച് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതേ പൗലൂസ് പറയുന്ന കാര്യം ഒന്നുകൂടെ നോക്കുക. 3:25 റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ മതി അവിടെ വളരെ ശ്രദ്ധിക്കണം. പൗലൂസും പറയുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? പ്രായശ്ചിത്ത മരണം. അപ്പോൾ യേശുക്രിസ്തുവും പറഞ്ഞു, നിങ്ങളുടെ വില ഞാൻ ചുമന്നുകൊണ്ട് തീർത്തിരിക്കുന്നു. പൗലൂസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഇതാ ക്രിസ്തു പ്രായശ്ചിത്തമായിട്ട് മരിച്ചിരിക്കുന്നു. പ്രായശ്ചിത്തം. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ മരിക്കേണ്ടുന്ന സ്ഥാനത്ത്, നിങ്ങൾ ന്യായമായ ശിക്ഷ അനുഭവിക്കേണ്ടുന്ന സ്ഥാനത്ത് നിങ്ങളെ വെറുതെ വിടുവാൻ നിങ്ങളുടെ പാപവും ചുമന്നുകൊണ്ട് ആര് മരിച്ചു? കർത്താവ് മരിച്ചു. ഇനി ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് വിരോധികളായ ചിലർ പറഞ്ഞ സാക്ഷ്യം, അഥവാ യേശുക്രിസ്തു ആരാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം, ബൈബിളുള്ളവരെ തുറന്ന് വായിക്കുക. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞ് മതി. യൂദയാണ് ആദ്യമായിട്ട് പറയുന്നത്. എന്താണ് പറയുന്നത്? യൂദ നമുക്കറിയാം, 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്നവൻ, കർത്താവിൽ നിന്ന് നന്മ അനുഭവിച്ചവൻ, കർത്താവിൻ്റെ പണം സൂക്ഷിച്ചവൻ, ഖജാൻജിയായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ കേവലം 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ട് ആ 30 വെള്ളിക്കാശ് കയ്യിൽ വാങ്ങിയപ്പോൾ അവന് സന്തോഷം നഷ്ടപ്പെട്ടു, അവന് സമാധാനം നഷ്ടപ്പെട്ടു, അവൻ്റെ ജീവിതം നിരാശയായി. അവൻ തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ്. ആ പണം കൊടുത്ത വ്യക്തിയുടെ അടുക്കലേക്ക് പോയി പറയുകയാണ്, ഇതാ ഈ പണം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുവേ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു
കുറ്റമില്ലാത്തവനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. രണ്ടാമത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? അതേ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. മത്തായി സുവിശേഷം തന്നെ 27:19. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. നോക്കുക, റോമൻ ഗവർണറായിരിക്കുന്ന, അഥവാ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പിടിച്ച് വിസ്തരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മുകളിൽ നിന്നൊരു കത്ത് വരുന്നു. എന്താണ് പറയുന്നത്? അല്ലയോ പിലാത്തോസ്, അല്ലയോ പിലാത്തോസ്, ആ നീതിമാന്റെ കാര്യത്തിൽ അങ്ങിടപെടരുത്, ഇടപെടരുത്. കാരണം ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ആരാണ് പറയുന്നത്? പീലാത്തോസിന്റെ ഭാര്യ, യേശുവിന്റെ ശത്രുവായ പീലാത്തോസിന്റെ ഭാര്യ കത്തെഴുതി കൊടുത്തു വിടുകയാണ്. അല്ലയോ പീലാത്തോസ്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. പ്രിയരെ, ഒറ്റിക്കൊടുത്ത യൂദ പറയുന്നു, കുറ്റമില്ലാത്ത രക്തം. ഇതാ പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, എന്താണ്? ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ക്രിസ്തു നീതിമാൻ. മൂന്നാമത് അതിൻ്റെ 24-ാമത്തെ വാക്യം, അതേ അധ്യായം 24. ആരാവാരും അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്. പീലാത്തോസ് വിസ്താരമെല്ലാം കഴിഞ്ഞു. പീലാത്തോസിന് ഇപ്പോൾ യേശു ക്രിസ്തുവിനെ വെറുതെ വിടണമെന്നുണ്ട്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ അവിടെ ഒരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ റോമൻ ഗവർണറായ പീലാത്തോസ് പറയുകയാണ്, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പേൻ, ഞാനോ ഇവനിൽ കുറ്റം. പിന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത്? പ്രിയരെ, ശാപകരമായ ഈ ക്രൂശ് മരണം എന്തിനാണ് പിന്നെ ഈ ക്രിസ്തുവിന് വേണ്ടി അടിച്ചേൽപ്പിക്കുന്നത്? എന്ത് ദോഷമാണ് ചെയ്തത്? പീലാത്തോസ് 3 പ്രാവശ്യം ചോദിക്കുന്നു, യഹൂദ പുരുഷരത്തോട് ചോദിക്കുന്നു, അവൻ ചെയ്ത ദോഷം എന്താണ്? എൻ്റെ പ്രിയ സ്നേഹിതരെ, കാൽവരിയിലെ ക്രൂശിൽ ശാപകരമായ ഒരു മരണം വരിക്കുവാൻ യേശു കർത്താവ് എന്ത് ദോഷമാണ് ചെയ്തത്? വെള്ളമെടുത്ത് കൈ കഴുകുകയാണ്, തന്നെത്താൻ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ പീലാത്തോസിനെ മറന്നു പോകരുത്. യൂദ കെട്ടിത്തൂങ്ങിച്ചത്തു, അവൻ്റെ കുടല് തെറിച്ച് അന്ന് രാത്രി അവൻ എന്ത് ചെയ്തു? മരിച്ചു. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്ത യൂദ തീർന്നു, അവൻ്റെ ചരിത്രം അതോടെ തീർന്നു. എന്നാൽ ഈ പീലാത്തോസിനെ കുറിച്ച് പിന്നീട് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്, അവൻ അതോടുകൂടെ ഭ്രാന്തനായിട്ട് തീർന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, നീതിമാനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ശാപകരമായ ക്രൂശിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ശ്രമിച്ച അതേ പീലാത്തോസ്, അവന് സുബോധം നഷ്ടപ്പെട്ടു. ഏത് വെള്ളം എവിടെ കണ്ടാലും കൈ കഴുകണം, അവന് വെള്ളം കണ്ടാൽ കൈ കഴുകണം. എൻ്റെ പ്രിയ സ്നേഹിതരെ, അങ്ങനെ നരകിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞവനാണ് യേശു ക്രിസ്തുവിനെ നീതിമാൻ എന്ന് പറഞ്ഞിട്ടും അവൻ്റെ നാവ് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പിൻ. ആ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു നിസ്തുല്യൻ, ഊനമില്ലാത്തവൻ. ഇനി ഒരു സാക്ഷ്യം കൂടെ നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒന്ന് ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ആ ക്രൂശിൽ 6 മണിക്കൂർ കർത്താവായ യേശു ക്രിസ്തു കിടന്നു. അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, 6 മണിക്കൂറിൽ ആദ്യത്തെ 3 മണിക്കൂർ ലോകത്തിലുള്ള ദുഷ്ടന്മാർ യേശു ക്രിസ്തുവിനോട് ക്രൂരമായി അതിനിന്ദ്യമായ നിലയിൽ പെരുമാറിയ രംഗം അത് ലോകത്തിന് കാണാമായിരുന്നു. എന്നാൽ വളരെ ശ്രദ്ധിക്കണം, ലോകത്തിന്റെ ചരിത്രത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കൂർ ലോകം ഇരുണ്ടുപോയി. കൂരിരുളിൽ പിതാവായ ദൈവം എന്റെയും താങ്കളുടെയും ന്യായവിധി പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ സൃഷ്ടിക്ക് നോക്കി നിൽക്കുവാൻ കഴിഞ്ഞില്ല.
ലോകചരിത്രത്തിൽ സൂര്യൻ നട്ടുച്ചയ്ക്ക് 3 മണിക്കൂർ ഇരുണ്ടുപോയി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പാപത്തിൻ്റെ കാഠിന്യം എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയരെ, അത് ലോകം കണ്ടില്ല. പിതാവായ ദൈവം പുത്രന്റെ മേൽ ചൊരിഞ്ഞ എന്റെയും നിങ്ങളുടെയും ന്യായവിധി അത് ലോകത്തിന് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. സൂര്യൻ കണ്ണടച്ചു. ആ കൂരിരുളിൽ എന്റെയും താങ്കളുടെയും പാപം ദൈവപുത്രനായ ക്രിസ്തു ചുമന്നു. അത് കണ്ടുനിന്ന്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പടയാളികൾക്ക് നേതൃത്വം കൊടുത്ത ആ ശതാധിപൻ പറയുകയാണ്, അയ്യോ, അവൻ മരിക്കുവാൻ പാടില്ലാത്തവൻ, വാസ്തവമായി നീതിമാൻ. നീതിമാൻ. ഇനി എന്തു വേണം? ഇനി എന്തു വേണം? പ്രിയ സ്നേഹിതരെ, ആ നീതിമാനാണ് നീതികെട്ട എനിക്കും താങ്കൾക്കും വേണ്ടി മരിച്ചത് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ ഇത് ഞാൻ പറഞ്ഞത് 4 പേർ ദൈവവിരോധികളായി ജീവിച്ചവർ, അവർ ദൈവത്തെക്കുറിച്ച്, അത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് സാക്ഷിച്ചതാണ്. ഇനി നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ മാത്രമല്ല ക്രൂശിച്ചിട്ടുള്ളത്, അനേക ദുഷ്ടന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രൂശിച്ചു. ഇപ്പോൾ നിങ്ങൾ ആ ഗോൽഗോഥയിലേക്ക് ആ കണ്ണുകളെ ഒന്ന് ഉയർത്തുക. ഇതാ 3 ക്രൂശുകൾ നിരന്നു നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലായി തലയിൽ മുൾക്കിരീട ചൂടിയായി, സകല ശരീരം മുഴുവനും ചാട്ടവാറുകളാൽ അടിച്ചു കീറപ്പെട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഏറ്റവും വലിയൊരു പാപിയെ പോലെ കർത്താവായ യേശു ക്രിസ്തു കിടക്കുന്നു. ഇരുവശത്തും 2 കള്ളന്മാർ കിടക്കുന്നു. അതിൽ ഒരു കള്ളൻ ഈ ക്രിസ്തുവിനോട് പറയുകയാണ്. പ്രിയരെ, ഈ ക്രൂശിൽ കിടന്നുകൊണ്ടും കർത്താവ് 7 പ്രാവശ്യം മൊഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇരുവശത്ത് കിടന്ന കള്ളന്മാരും ആരെ കണ്ടു? യേശു ക്രിസ്തുവിനെ കണ്ടു. ഈ ഇരുവശത്ത് കിടന്ന കള്ളന്മാരും യേശു ക്രിസ്തുവിനോട് സംസാരിച്ചു. അപ്പോൾ ഒരു കള്ളൻ പറയുന്നത് ഇങ്ങനെയാണ്. ഏത് വശമെന്ന് ബൈബിളിൽ ഇല്ല കേട്ടോ, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇവൻ ഏത് വശത്ത് കിടന്ന കള്ളനാണെന്ന് ഞാൻ വായിച്ചിട്ട് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പുതിയ നിയമം ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വശവും ബൈബിളിൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കള്ളൻ പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യം നിന്നെ രക്ഷിക്കണം, പിന്നെ എന്നെയും രക്ഷിക്കണം. ഇന്ന് അനേകർ അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നാൽ, ഞാൻ 2 നില വീട് വെച്ചാൽ, ഞാൻ കർത്താവെ നിന്നെ എന്ത് ചെയ്യാം? അനുഗമിക്കാം. ഇന്ന് അതിനു വേണ്ടിയല്ലേ ആളുകൾ വിളിക്കുന്നത്. നിന്റെ മൊബൈലിൽ നോക്ക്, എത്ര കോടി വന്നെന്ന് നോക്ക്, എത്ര ലക്ഷം വന്നെന്ന് നോക്ക്. ഇതാണ് ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിത, നിന്നെ നാശത്തിലേക്കാണ് വിളിക്കുന്നത്. ഈ കള്ളനെ പോലെ ഈ കള്ളൻ പറയുകയാണ്, ആദ്യം നീ എന്ത് ചെയ്യണം? ക്രൂസിലെന്ന് നീ ദൈവം എന്നല്ലേ പറയുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇവൻ മഹാപാപിയായ മനുഷ്യനാണ്. ഇവൻ ക്രൂസിൽ മരിക്കേണ്ടുന്നവനാണ്. ഈ ക്രൂസിൽ കിടന്നപ്പോഴെങ്കിലും അവനൊന്ന് ഓർമ്മ വരണ്ടേ, എൻ്റെ ജീവിതം ചില മണിക്കൂറുകൾ കൂടെ കഴിയുമ്പോൾ ഇവിടെ തീർന്നു പോകും. ഇപ്പോഴെങ്കിലും ആരെ വിളിക്കാം? ദൈവത്തെ വിളിക്കാം. ഇന്ന് എത്ര മൈക്ക് കെട്ടി ദൈവദാസന്മാർ ഇനി എത്ര തൊണ്ട കീറി പ്രസംഗിച്ചാലും ഞാൻ എൻ്റെ പാരമ്പര്യമൊന്നും വിടില്ല. മുറുകെ ഞാൻ ഇറുക്കി പിടിച്ചിരിക്കുക, പിടിവിടുകയില്ല. പ്രിയരെ, ഞാൻ പാരമ്പര്യം വിട്ടവനാ. അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ ലജ്ജയൊന്നുമില്ല. എൻ്റെ പേരും ഇന്ന് വലിയ പള്ളിയിലുണ്ട്. ആ പേരിന്നും അവിടെ അവർ വെട്ടിയിട്ടില്ല. കാരണം എൻ്റെ അപ്പനുമായിട്ട് അത്രമാത്രം ബന്ധമുള്ള ഒരു പള്ളിയാണ്. ഞാൻ പറയട്ടെ, ആ പേരെനിക്ക് സ്വർഗത്തിലില്ല. ഈ കള്ളം പറയുകയാണ്, ആദ്യം നീ രക്ഷിക്കണം, പിന്നെ ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ഇനി അടുത്ത കള്ളൻ എന്താണ് പറയുന്നത്? അടുത്ത കള്ളൻ പറഞ്ഞത് നമുക്ക് നോക്കാം. അതിൻ്റെ 42-ാമത്തെ വാക്യം. പിന്നെ അവൻ, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. മതി, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ അധ്യായം ശാന്തമായിട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ, ഈ കള്ളൻ മറ്റേ കള്ളനെ ആദ്യം ശാസിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാനും നീയും തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്, എന്നാൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. സഹോദര സഹോദരി, ഇനി ശ്രദ്ധിക്കുക, അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഒരു കള്ളൻ പറയുകയാണ്, അയ്യോ,
നാം സമശിക്ഷാവിധിയിലാണ് ആയിരിക്കുന്നത്. നാം തെറ്റുകാരാണ്. റോമൻ നിയമം അനുസരിച്ച് ഞാൻ ജീവിച്ചില്ല, അതുകൊണ്ട് എന്നെ ഇവിടെ ഇതാ ക്രൂശിച്ചിരിക്കുന്നു. പക്ഷേ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനോട് ആ കള്ളൻ പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, യേശു ക്രിസ്തുവിനോട് ആ കള്ളൻ ആവശ്യപ്പെട്ടത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? എന്നെ ഓർക്കണം. എൻ്റെ പ്രിയരെ, യേശു ക്രിസ്തു രാജാതി രാജാവായി ഈ ഭൂമണ്ഡലത്തിൽ 1000 ആണ്ട് വാഴുവാനായിട്ട് വരുവാൻ കാലങ്ങൾ ഇതാ എത്രയായി? 2000 കഴിഞ്ഞിരിക്കുന്നു ഈ കള്ളൻ പറഞ്ഞിട്ട്. എന്നാൽ ഈ കള്ളന് മാത്രമാണ് യേശു ക്രിസ്തു ഉത്തരം കൊടുത്തത്. കള്ളന് ഉത്തരം കൊടുത്തു. ഏത് കള്ളനാകട്ടെ, എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ കള്ളന് കർത്താവ് ഇവിടെ ഉത്തരം കൊടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ വായിക്കുക, അതിന്റെ 43-ാമത്തെ വാക്യം, 23:43. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണം, സംശയത്തിന് ഇടയില്ല, സംശയിക്കേണ്ടുന്ന ആവശ്യമില്ല. കർത്താവ് സത്യമെന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല. കാരണം എന്താണ്? സത്യമെന്ന് ലോകത്തിന് വെളിപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വമാണ്, അത് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് പോലും പറയുന്നത്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് കള്ളം പറഞ്ഞത് എപ്പോഴാണ്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. കർത്താവ് പറയാണ്, നീ അത്രയും നേരം ഒന്നും ഇരിക്കണ്ട, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഞാൻ പറയട്ടെ, നടുവിലായി ഇതാ ഒരു ക്രൂശ്, 2 കള്ളന്മാർ ഇരുവശത്തും കിടക്കുകയാണ്. 2 കള്ളന്മാരും കർത്താവിനെ കണ്ടു. 2 കള്ളന്മാരും കർത്താവിനോട് സംസാരിച്ചു. ഞാൻ എൻ്റെ ആ വളരെ ശക്തമായ സന്ദേശത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയരെ, ഒരു കള്ളൻ താഴോട്ട് പോയി, ഒരു കള്ളൻ എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി. ചിന്തിക്കുക, ഒരു കള്ളൻ പറഞ്ഞത്, നീ ദൈവമാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്കണം, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം. മറ്റേ കള്ളൻ പറഞ്ഞത് അങ്ങനെയല്ല, കർത്താവേ, ഇന്ന് അല്ലെങ്കിൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. അവനൊരു വിളി വിളിച്ചു, കർത്താവേ. അഥവാ അവൻ്റെ പൂർണ്ണമായ സമർപ്പണം യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. അവൻ ഭാഗ്യം ശ്രദ്ധിച്ചു. കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇപ്രകാരം പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് ആദ്യമായിട്ട് പർദീസയിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിച്ചത് ഈ വലിയൊരു കള്ളനാണ്, ദുഷ്ടനാണ്. മാന്യമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ ചെയ്ത ദുഷ്ടത നിമിത്തം ക്രൂശിൽ എന്ത് ചെയ്തു? മരിച്ചു. ആ മരണം പക്ഷെ അവൻ എന്ത് കിട്ടി? നിത്യജീവൻ. കാരണം എന്താണ്? മരിക്കുവാൻ പാടില്ലാത്ത വ്യക്തിയുടെ കൂട്ടത്താണ് ഇവന് ഒരു മരണം കിട്ടിയത്. ഇവൻ യേശു ക്രിസ്തുവിനോട് അവസാനമായിട്ട് സംസാരിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. യേശു ക്രിസ്തുവിനോട് തൻ്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരം അങ്ങ് തരണം എന്ന് പറഞ്ഞപ്പോൾ പാപപരിഹാരം കൊടുത്തു. അവൻ ഇതാ മോക്ഷത്തിലേക്ക് പോയി. പ്രിയരെ, ഇതാണ് ഈ ക്രൂശ് കൊണ്ട് മാനവവർഗത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ രക്ഷ. അത് തീർന്നില്ല. യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. നമ്മൾ അവസാനം ഇവിടെ ഒരു പാട്ട് പാടി. ഞാൻ അകത്തിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഭയങ്കരമായ ഒരു സന്തോഷം, ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഓർക്കുകയായിരുന്നു. അല്ലേ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഉലകത്തിൽ പ്രിയ സ്നേഹിതരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എങ്കിലും മരിച്ചു മാറ്റപ്പെട്ടു പോയ ഒരുവനെയല്ല പ്രസംഗിക്കുന്നത്. ലോകത്തിൽ എത്രയോ മതഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരുടെ കല്ലറകൾ അതാത് സ്ഥലങ്ങളിൽ അടഞ്ഞു കിടക്കുന്നു. ഒരു കല്ലറയും തുറക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പലസ്തീനായിൽ ഇന്ന് കടന്നു ചെന്നാൽ അവിടെ ഒരു കല്ലറയുണ്ട്. ആ കല്ലറ നിങ്ങളോട് വിളിച്ചു പറയുന്നു, അവനിവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ്. വേണമെങ്കിൽ വായിക്കാം. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 24:6. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മതി. അവിടെ നോക്കുക, ഇന്ന് ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കല്ലറ. പ്രിയരെ, നിങ്ങൾ ഒരു ശ്രമമൊന്ന് നടത്തുക. 1,00,000 രൂപ മതി. 1,00,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലസ്തീനായിൽ
കടന്നു പോകാം. മാസത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുപോകും. അവിടെ പോകുമ്പോൾ ഈ കല്ലറയും കൊണ്ടുവന്ന് കാണിച്ചു തരും. ഞങ്ങളില്ലാത്തതല്ല ഇവിടെ പറയുന്നത്. എത്രയോ പേർ ഇവിടെ നിന്ന് അവിടെ കടന്നുപോയി ആ കല്ലറയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് വീഡിയോകൾ എടുത്ത് ഇന്ന് ഷെയർ ചെയ്യുകയാണ്. ലോകത്തിൽ തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറ, അത് ഞാൻ പ്രസംഗിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ. മാനവജാതിയുടെ പാപവും പേറിക്കൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് വീണ്ടും സ്വർഗാരോഹണം ചെയ്ത അതേ കർത്താവ്, ആ കർത്താവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എങ്കിൽ മാത്രമേ മനുഷ്യന് രൂപാന്തരം ഉണ്ടാകൂ. മരിച്ചവനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അവന് രൂപാന്തരം വരുത്തുവാൻ കഴിയുകയില്ല. മരിച്ചവരുടെ പിന്നാലെ അനേകർ കടന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, ആൾ ദൈവങ്ങൾക്ക് പഞ്ചമില്ലാത്ത ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. എത്രയോ പേർ ഇന്ന് ആൾ ദൈവം എന്ന് പറഞ്ഞവർ നമ്മുടെ വിവിധങ്ങളായ ജയിലുകളിൽ കിടക്കുകയാണ്. അവരെ ശിഷ്യന്മാരും അവിടെ കിടക്കുകയാണ്. അവരുടെ ജീവിതം നിരാശയിലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, 20 നൂറ്റാണ്ടുകളായി നസറേയനായ യേശുവിനെ അനുഗമിച്ച് ആരും നിരാശനായിട്ടില്ല. എനിക്ക് നിരാശയില്ല പ്രിയരെ. എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ആത്മാവിന് വലിയ പ്രത്യാശയാണ്. കാരണം എന്താണ്? ഈ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ വാഴുന്നു. അതാണ് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഇവിടത്തെ ഏതെങ്കിലും അറിവുകളല്ല, ഇവിടത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, മരിച്ചു മൺമറഞ്ഞു പോയ സിദ്ധാന്തങ്ങളൊന്നുമല്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഇന്ന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗമാണ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തു മുഖാന്തരം തൻ്റെ രക്തമൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം യേശു കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മതി, അവസാനത്തെ വാക്ക്. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കും. എൻ്റെ സഹോദര സഹോദരി, നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ടവനായ ആ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പാകെ ഇതാ രക്ഷിതാവായി പിതാവായ ദൈവം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഇതിനെ അവഗണിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകരുത്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ അതിശക്തമായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്, ഈ ക്രൂസിനെ അവഗണിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകരുത്. അത് നാശത്തിലേക്കാണ് പോകുന്നത്. സ്നേഹവാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പരമാവധി ചെയ്ത് ആ ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ രാത്രി ആ ക്രൂസിലേക്കൊന്ന് നോക്കാമോ? നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിയുക്ത ദൈവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമ്മുടെ തലകളെ ഒന്ന് വണക്കി നമ്മുടെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിലേക്ക് പകരാം. ഇത്രയും നേരം ദൈവം തന്ന ആലോചനയ്ക്കനുസരിച്ച് ദൈവാത്മാവിൻ്റെ നിറവിൽ ദൈവവചനമാണ് പ്രിയ സഹോദര സഹോദരി എൻ്റെ നാവിലൂടെ നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ, നിത്യരക്ഷ നൽകുവാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം തിരികെ തരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന് 33.5 വയസ്സ് വരെ പരിഭാവനമായ ജീവിതത്തിനുടമയായി ജീവിച്ച് അവസാനം കാൽവറിയിലെ ക്രൂസിൽ താങ്കളുടെ ശാപവും പേറി മരിച്ചു. ഒന്ന് ആ ക്രൂസിലേക്ക് നോക്കുക. 3 ആണികളാൽ തൂങ്ങപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീട ചൂടിയായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വികൃത രൂപമായി രക്താഭിഷിക്തനായി ഇതാ ഒരു വ്യക്തി കിടക്കുന്നു കാൽവറിയിലെ ക്രൂസിൽ. നമ്മൾ ഓർത്തതുപോലെ താങ്കളുടെ പ്രായശ്ചിത്ത മരണം ഏറ്റെടുത്തുകൊണ്ട് ഇതാ കിടക്കുന്നു. ആ ക്രിസ്തു സ്നേഹത്തോടുകൂടെ താങ്കളെ ഇന്ന് വിളിക്കുകയാണ്, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് താ, ഞാൻ ഇന്ന് അതിൽ പ്രവേശിക്കട്ടെ. പ്രിയ സ്നേഹിത, താങ്കളുടെ പാപവും ചുമന്നുകൊണ്ടാണ് കാൽവരിയിലെ ക്രൂസിൽ ക്രിസ്തു മരിച്ചത്. ആ ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ക്രൂസിൻ്റെ ഒരു വശത്ത് കിടന്ന ഒരു കള്ളൻ, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി
നിങ്ങളുടെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഈ രക്ഷാദിവസത്തിൽ, ഈ സുപ്രസാദ കാലത്തിൽ ഈ യേശു ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷിതാവായി, താങ്കളുടെ കർത്താവായി ഈ രാത്രികാലം സ്വീകരിക്കുമോ? നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഈ രക്ഷാദിവസത്തിൽ ഈ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയവാതിലിൽ കർത്താവ് മുട്ടുകയാണ്. നിങ്ങൾ ഇപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ പാപത്തിലാണ് ഇവിടെ ജനിച്ചത്, പാപത്തിലാണ് ഇവിടെ ജീവിച്ചത്. എന്നാൽ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് കർത്താവ് കൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പാപത്തെ ക്ഷമിച്ച് അങ്ങെന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ മകനാക്കി തീർക്കണമേ. ഞാൻ ഇന്നു മുതൽ കർത്താവിന് വേണ്ടി ജീവിക്കാം എന്നൊരു ഉടമ്പടി നിങ്ങൾക്ക് ചെയ്യാമോ? എങ്കിൽ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്കാണ് ദൈവരാജ്യത്തിൽ കടന്നു പോകുവാനായിട്ടുള്ളത്. എൻ്റെ പ്രിയരെ, ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ദൈവവിളി കേട്ട് യേശു ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷിതാവായി കർത്താവായി ഈ രാത്രി സ്വീകരിച്ചു എങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് പൊക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഏകരക്ഷിതാവായി ഇന്ന് രാത്രി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പകരക്കാരനായിട്ട് മരിച്ച് നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി രക്ഷ ഒരുക്കിയ ഈ രക്ഷാനായകനെ നിങ്ങളുടെ ഏകരക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനാണ്. ആരെങ്കിലും അങ്ങനെ ഇന്ന് സ്വീകരിച്ചവർക്കുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വലങ്കരങ്ങളെ പൊക്കിയാൽ ദൈവം സഹായിക്കട്ടെ. പ്രിയരെ, അങ്ങനെ ഈ യേശുവിനെ കൂടാതെ നിങ്ങൾ മുമ്പോട്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർ തുടർന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ച് വേർപാടും വിശുദ്ധിയോടും കൂടെ ഉള്ള ജീവിതം കഴിച്ച് സഭയോട് ചേർന്ന് പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ക്ഷണിച്ച് ഇങ്ങനൊരവസരം ഒരുക്കി തന്ന എരുത്താവൂർ സഭയ്ക്കും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ള യുവ സഹോദരന്മാർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.